ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കണേ എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. വിശുദ്ധ പ്രശ്നം വെച്ചാൽ അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്കവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട്. എൻ്റെ അർത്ഥത്തിൽ നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലരായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലം വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ആൾ.